ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. എടാ കൊച്ച് പടപട സൗണ്ട് കേൾക്കുന്നു. നീ വെളിയിൽ പോയിരുന്ന എഴുത്. പ്രൈസമ്മോൻ ഇവിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യും. അപ്പോൾ ആ ടേബിളിൽ ഇങ്ങനെ കൈ ഊന്നുമ്പം കിടുകിട സൗണ്ട് കേൾക്കുന്നു. ഞാൻ ഉച്ചയ്ക്കൊക്കെ ഞാൻ കുളിച്ചത് കൊണ്ട് മുടി അന്നേരം കിടക്കാൻ നേരം ഞാനങ്ങ് കെട്ടി. അപ്പോഴേ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, വീഡിയോ ഇട്ടെന്നെ ചിലർ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു, ചേച്ചി എൻ്റെ പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനിയും പേര് പറയുന്നില്ല, എല്ലാവരുടെയും പറഞ്ഞില്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവുമെന്ന്. പിന്നെ കമൻറ്റ് ഇടാത്തവരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടു. പണ്ട് തൊട്ടേ ഇട്ടുകൊണ്ടിരുന്നവരൊക്കെ എല്ലാവർക്കും വയ്യാതെയും പനിയൊക്കെ ആയിട്ടിരിക്കുന്നവരെല്ലാവരും. ഓരോരുത്തരുടെ അനുഭവം നമ്മൾക്ക് അന്നേരമെല്ലാം മനസ്സിലാവത്തുള്ളൂ. നമ്മൾ എന്തൊക്കെയോ എന്താ വരാഞ്ഞെന്നൊക്കെ. പിന്നെ എൻ്റെ കൂടെ അവസാനം വരെ നിൽക്കുമെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല കേട്ടോ, ഇനി അതൊരു പ്രശ്നമാകുമെന്ന് പറഞ്ഞു. കേട്ടതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ അഖിൽ പറയും, ചേച്ചി ബെഞ്ചി ചേച്ചിയുടെ വീഡിയോയിൽ ചെന്ന് പറ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. അവളാ കഴിയുന്നത് സൗണ്ട് കുറയ്ക്കടാ, മിക്ക വീഡിയോയിലും പറയുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണുന്നുണ്ട്, അറിയാവുന്നവരൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ലക്കൂടാ ചിലരുടെ. പിന്നെന്താ, അവൻ കതവ് തുറന്നിട ഇങ്ങനെ ഇടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചാലുവാ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. പിന്നെ നമുക്ക് വീഡിയോ കഴിഞ്ഞ എൽദോ പറഞ്ഞു, ചേച്ചി ഇന്നലത്തെ വീഡിയോ എൽദോയ്ക്ക് ഒത്തിരി ഇഷ്ടമായി, ഇത്തിരി ടൈമും കൂടുതലുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഇതായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ റെസിപ്പികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടതുകൊണ്ട് ഒത്തിരി ഇഷ്ടമായെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ രാവിലത്തെയൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ താഴെ ഇരുമ്പമ്പുളി നിൽപ്പുണ്ടെന്ന്. അപ്പോൾ റേച്ചാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു, റേച്ച അത് പന്നലായി പോവും, അതിങ്ങ് താഴെ നിൽക്കുന്നത് അങ്ങ് മേപ്പോട്ടങ്ങ് ഇപ്രാവശ്യം താഴെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തു വന്നേലും നടന്നിട്ട് മീൻസ് ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വന്നിട്ടുണ്ടേ സിത്തേഷിനോട് പറഞ്ഞിട്ട് പറിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാനത് ഒരു ടിഷ്യൂ പേപ്പർ, കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഇച്ചിരി ഉണ്ടായിരുന്നു വെച്ചെന്നെ അതങ്ങ് വെള്ളം പോലായിരുന്നു, ഇത്തിരി വെള്ളം നനവ് പോലായി, പന്നലായില്ലായിരുന്നു. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കഴുകുന്നൊന്നുമില്ല, കഴുകിയ ഈർപ്പാവുമെന്നും പറഞ്ഞ് അതുപോലെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ ചിലത് തറയെ വീണ് ഇത്തിരി സ്കിന്നൊക്കെ പോയതുണ്ടല്ലേ, അത് വേറെ മാറ്റുന്നുണ്ട്. നല്ലത് മാത്രം ഞാൻ ഇങ്ങനെ ഈ പാത്രത്തിലോട്ടൊന്ന് പറിച്ചിടുന്നുണ്ടേ. അപ്പോൾ ഇച്ചിരി ഈ ഇരുമ്പമ്പുളിയുടെ കൂട്ടുള്ള വലിയൊരു സൈസ് പുളിയുണ്ട്, ചതുരപ്പുളി എന്ന് പറയും, പിന്നെ നക്ഷത്രപ്പുളി എന്ന് അങ്ങനെങ്ങാണ്ടൊക്കെ പറയുന്ന ഒരു പേരുണ്ട്. അത് ഞാനൊരു കഴിഞ്ഞ സൺഡേ ഇങ്ങോട്ട് വന്ന ഉടനെ ഇങ്ങനെ ഇവിടെ ഈ പുളിയൊക്കെ വിൽക്കുന്ന പുളി എന്ന് പറഞ്ഞാൽ ഈ വാളം പുളി അങ്ങനെയുള്ള ചില സാധനങ്ങൾ വിൽക്കുന്നത്, നമ്മുടെ പുളിയല്ല, ഇവിടുത്തെ ചില സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിക്കാരനടുത്ത് ഞാൻ റേച്ചാന്ന് പറഞ്ഞ് വണ്ടി നിർത്തി ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് നോക്കിയ ഉടനെ ഒരെണ്ണത്തിന് 10 രൂപ. നമ്മുടെ നാട്ടിൽ അത് പച്ചക്കൊക്കെ തിന്നാം, പഴുത്തൊക്കെ തിന്നാം, അങ്ങനെയുള്ളൊരു സൈസ് പുളിയാണ്. നിങ്ങൾക്കറിയാമോ അത്? ചതുരപ്പുളിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ നക്ഷത്രപ്പുളിയെന്നും കേട്ടിട്ടുണ്ട് അത്. അപ്പോൾ ഒരെണ്ണം 10 രൂപ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് വാങ്ങിക്കാതെ പോരുന്നു. ഒരെണ്ണമായിട്ട് വാങ്ങിച്ചിട്ട് എന്താ റേച്ചാൻ പറയുന്നത് വാങ്ങിക്കുന്നു, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഈ പുളിയൊക്കെ ഞാനൊന്ന് മടക്കി എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടൊന്ന് എടുത്ത് വെക്കട്ടെ. റേച്ചാന് ടിഫിന് കൊണ്ടുപോകാൻ ചിക്കൻ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു, അതും എടുത്തു. അത് ഞാൻ ചൂടാക്കിയില്ല, അവിടെ ഓവനുണ്ട്, നോർമൽ ഫ്രിഡ്ജിൽ ഇരുന്നത് പോലെ തന്നെ ഞാൻ എടുത്ത് പാത്രത്തിലാക്കി. അവിടെ പ്ലേറ്റും എല്ലാം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ ഫോയിലിൻ്റെ അകത്ത് ചപ്പാത്തി തന്നാൽ മതിയെന്ന്. ഞാൻ ഇച്ചിരി ലിക്വിഡായിട്ട് മീൻസ് നമ്മുടെ കറി അങ്ങ് ഡ്രൈ ആയിരുന്നല്ലേ,
റേച്ചാൻ പറഞ്ഞാൽ റേച്ചാൻ ഇച്ചിരി ലിക്വിഡായിട്ട് വേണം, പിന്നെ അതൊരു ഇത്തിരി ലൂസാക്കിയാണ് ഞാൻ കൊടുത്തു വിട്ടത്. അപ്പം ഞാൻ ആ ഇരുമ്പം പുളി ഇത്രയും ഞാൻ പറഞ്ഞില്ലേ തറയെ വീണ് ഇത്തിരി സ്കിന്നൊക്കെ പോയതുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ടൊമാറ്റോ കറി വെക്കാമെന്ന് വെച്ച് അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ചേർക്കാമെന്ന് വെച്ച്. ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് എന്തോ ചെയ്യുമെന്നുള്ള രീതിയിൽ ഞാൻ ടൊമാറ്റോ കറി വെക്കുമ്പം ഈ ഇരുമ്പം പുളിയും കൂടെ അതിൽ ചേർക്കാമെന്ന് വെച്ച്. ടൊമാറ്റോ കറി വെക്കാനായിട്ട് ഇത്രയും ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 സവാള, ആ ഇരുമ്പം പുളി, പച്ചമുളക്, അതത്രയൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞ് അടപ്പത്ത് വെച്ച്. തുണി ആയായിരുന്നു, അപ്പോൾ തുണി ഇനിയും വിരിക്കാനുണ്ട്. ഫ്രണ്ടിലുള്ളതൊക്കെ അങ്ങോട്ടും കൊടുത്ത് പിന്നെ ബാക്കി ഇവിടെയൊക്കെ ഉള്ളത് ഞാനിടാമെന്ന് വെച്ച്. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെ കഴുകിയ തുണികളൊക്കെ എടുത്ത് മാറ്റി ഇടാനുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞ് അതൊന്ന് വിരിച്ചിടുന്നു പോളിനോട്. അവൻ മനസ്സോടൊന്നും വന്ന് ചെയ്യത്തില്ല, നമ്മൾ ഫോഴ്സ് ചെയ്താലേ വന്ന് ഇടത്തുള്ളൂ. അപ്പോൾ ഈ തുണിവിരിപ്പൊക്കെ ഈ തുണിവിരിപ്പും തുണി മടക്കാനും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാത്രം കഴുകുന്നത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞതുപോലെ അപ്പം ഞാൻ പിന്നെ വന്ന് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് കറിക്ക് അരയ്ക്കണമായിരുന്നു. അപ്പം പൊട്ടിച്ചതിൻ്റെ വെള്ളമൊക്കെ ഞാനും കുടിച്ചു. അപ്പം മുകളിൽ ഞാൻ ഇന്നലെ എടുത്ത ഒരു കവറ് സഞ്ചിയൊക്കെ ഞാൻ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, 2-3 അല്ലി വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം ടൊമാറ്റോ കറി ഞാനാണെങ്കിൽ ആദ്യം ടൊമാറ്റോ ഒന്ന് വഴട്ടി എണ്ണയ്ക്കകത്തെ ടൊമാറ്റോയും ആ പുളിയും എല്ലാം കൂടെ ഒന്ന് ചട്ടിക്കകത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് വഴട്ടി, വെള്ളത്തിൽ വേവിക്കുമല്ലായിരുന്നു, വഴട്ടുമായിരുന്നു. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൊമാറ്റോയിലെ വെള്ളവും പുളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായി അങ്ങ് ഇവിടെ ഞാൻ നന്നായി അങ്ങ് വേവിക്കുമേ. അല്ലെങ്കിൽ കഷ്ണം പോലെ കിടന്നാൽ ഇവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് താണ്ട് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ. പക്ഷേ കഷ്ണമായിട്ട് എടുക്കേണ്ടിയവർക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് വെന്തതുകൊണ്ട് ഞാനൊന്ന് തീ ഓഫാക്കി ഇട്ടേക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ തീ ഓണാക്കി. അപ്പോൾ ആ പുളിയൊക്കെ അങ്ങ് നന്നായി അങ്ങ് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ആ പരുവത്തിലാണ് ഇവിടെ വേണ്ടിയത്, അതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് വേവിച്ചതാണ്. ഞാൻ എന്നിട്ട് ഒന്നുകൂടെ തവിയും കൊണ്ട് അതൊന്ന് നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പം പുളി ഒരിച്ചിരി നമുക്ക് കാണാം, ടൊമാറ്റോ പക്ഷേ നന്നായി അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ ചേർത്തു, ആവശ്യത്തിനുള്ള വെള്ളം, ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കേണ്ട, ഇത്തിരി കുറിയിരിക്കുന്നതാണ് നല്ലത് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ കറി പക്ഷേ നമ്മൾ മോരുകറി വെക്കുന്നത് പോലെ വെളിയിൽ വെക്കാൻ ഒക്കത്തില്ല. ടൊമാറ്റോ കറി ബാക്കിയുണ്ടെങ്കിൽ ഉടനെ ഞാൻ എടുത്തങ്ങ് തണുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇന്നത്ര ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ കാണുമല്ലേ, അത്രയും എടുത്തിട്ട് ബാക്കി അങ്ങ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അല്ലെങ്കിൽ വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പക്ഷേ വെളിയിലിരുന്നാൽ ഇത് പന്നലാവും. ടൊമാറ്റോയും ഈ തേങ്ങയൊക്കെ അരച്ചതായതുകൊണ്ട് പെട്ടെന്ന് കേടാവും. മോരാണെങ്കിൽ നമുക്ക് 3-4 ദിവസം വെളിയിരുന്നാലും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത്രയൊക്കെ ഉപ്പും പോട്ടെ, വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് അരപ്പ് തിളച്ച് വരട്ടെ. കറിക്ക് ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കട്ടെ. എണ്ണ ഇനി വെളിയിലോട്ടാക്കി, അല്ലെങ്കിൽ പൊട്ടോന്ന് തെറിക്കും. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇച്ചിരി ഉള്ളി, സ്വല്പം മുളക് പൊടിയും കൂടെ ഇടാം. ഇതായത് മുകളിലൊരു കളറായിട്ട് ഇടാം. തോരൻ വെക്കുന്നത് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടെ
ഇട്ടിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ടങ്ങ് ആ ബീൻസിനെയും സവാളയൊക്കെ അങ്ങ് നന്നായി ഞെവിടി ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ അരപ്പിന് അരപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരിച്ചിരി വെള്ളം കയ്യിലൊന്ന് കുടഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി തോരനൊന്ന് വെക്കട്ടെ. റീച്ചൻ കഴിഞ്ഞ ദിവസം ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച് വെക്കുന്ന മില്ലിൽ നിന്നാണ് നല്ല മുളക് പൊടിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ക്യാഷ്യൂനട്ട് ഇങ്ങനെ ഇങ്ങനെ പീസായിട്ടുള്ളത് കൊണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതിന് ഇത്തിരി വിലക്കുറവാണ്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, സെയിം നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഇത് ഈ പൗച്ചിൻ്റെ അകത്ത് എന്തിനാണ് എടുത്ത് വെച്ചേക്കുന്നത്, പോൾമോനിപ്പം ഭയങ്കര ഡയറ്റിംഗ് അല്ലേ, അപ്പം ഞങ്ങൾ ഇച്ചിരി ബദാമോ ഇതൊക്കെ കാണും വാങ്ങിച്ചിങ്ങനെ വെക്കും. ഇപ്പോൾ ഒരു പൗച്ചിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഇത് ബദാം വാങ്ങിച്ച പൗച്ചായിരുന്നു, അവന് ഇട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമുക്കെന്തെങ്കിലും കറിക്കെങ്ങാണൊക്കെ അരയ്ക്കാനൊക്കെ എടുക്കാനാണെങ്കിൽ ഈ മുഴുവനുള്ളത് വാങ്ങിക്കുന്നതിനേക്കായി ഞാനിപ്പം ഇങ്ങനെയുള്ളതാണ് വാങ്ങിക്കുന്നത്. കാരണം നമുക്ക് ഇതിപ്പം കിലോ 500 രൂപയും കണ്ടായിരുന്നു പീസായത്. പക്ഷേ കഴിക്കുമ്പോൾ നമുക്കല്ലാതെ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒരു പന്നലോ അങ്ങനെയുള്ള ഒട്ടും വേസ്റ്റും ഇതിൻ്റെ അകത്തില്ല, പീസാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഡബ്ബയിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് വേണമെങ്കിൽ കറിക്കെടുക്കാം, നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയും തോരനും എല്ലാം റെഡിയായി. ഇവിടെ അടിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. പിന്നെ പോൾമോനൊന്ന് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് അവനൊരു 5 മണിയായിട്ട് 5:30 ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ തുണികൾ ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് മടക്കി. ഇനി അനു വരും. പോൾമോൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ 5:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്നെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇവിടുന്ന് നോക്കും പ്രൈസൻ്റെ ബസ് ഇറങ്ങി വന്നു. പ്രൈസൻ ഒരു 5:45 വരും. അപ്പം കുഞ്ഞ് വന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കും, എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടിങ്ങി വരും. എനിക്കതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അനു വന്നിട്ടൊക്കെ പോയി. പിന്നെ ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാനെടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മുളക് വറുത്തതുണ്ടല്ലേ, അതെനിക്കിഷ്ടമാണ് തിന്നാൻ. അതും പിന്നെ ഒരു മുട്ടയും പൊരിച്ച് ബീൻസ് തോരനും. അപ്പോൾ ഉച്ചക്കത്തെ ഊണിപ്പം ഞാൻ കഴിക്കാനായിട്ട് എടുത്തേക്കുക. നിനക്കിന്ന് ഉണ്ടായിരുന്നോടാ ടേബിളിൻ്റെ എക്സാം? ഇല്ലേ? എന്താ ഇനി എന്നാ? നീ ഇപ്പം എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലേ? എന്ത് വരുന്നടാ? ഞാൻ ഗോഡിനോട് പ്രാർത്ഥിച്ചായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യണേന്ന്. ഇന്ന് 1 to 17 വരെ ആയിരുന്നല്ലേ ടേബിളിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ പറയുവാ, ഞാൻ ഗോഡിനോട് പ്രാർത്ഥിച്ച നിന്ന് കാണരുതേന്ന്. അങ്ങനെ പറ, നിനക്ക് നല്ലതിന് വേണ്ടിയല്ലേ ടീച്ചർ ഇതൊക്കെ ടെസ്റ്റ് ഇടുന്നത്? ഏടാ എന്നിട്ട് ഇത് പഠിക്കും. നാളെ എന്നെന്തോ ടീച്ചർ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, എന്നിട്ട് ടെസ്റ്റ് ഇട്ടില്ല. പോയി ടെസ്റ്റ് പഠിക്കട. കൊള്ളാം നിന്നെയൊക്കെ. അപ്പോൾ എന്തുവന്ന സംഭവം, ഇതിപ്പോൾ ഞാൻ രാത്രി എഡിറ്റിംഗ് ചെയ്യാൻ നേരം എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക, രാത്രിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഓടി ഒന്ന് പറയാം, മമ്മിക്കും എന്തിലും അറിയാമോ ഇന്ന് എന്തോ സംഭവിച്ചെന്ന്? എൻ്റെ പ്രാർത്ഥന കോഡ് കേട്ട് ഞാൻ ചിന്തിച്ച്, എന്തുവാ ഇവനീ പറയാൻ വരുന്നത്, എന്തുവാടാ? അതേ, ഇന്ന് ടേബിളിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലേ, ടെസ്റ്റ് നടന്നില്ല. ഞാൻ ഗോഡ്സെ പ്രാർത്ഥന ചെയ്യുമായിരുന്നു, ഇന്ന് കാണല്ലേന്ന്.
എനിക്കത് കേട്ട് ചിരിയും വന്ന് പിന്നെ ഉടനെ നമ്മളവരെ അത് തിരുത്തണ്ട. ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ടീച്ചർ പഠിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നത്. ഈ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയുന്നത് അതാ. അവൻ അവൻ്റെ ചിന്ത അത്ര അവനങ്ങോട്ട് ചിന്തിക്കുന്നില്ല. പാവം അവൻ വന്ന് ഓടി വന്ന് പറയാം, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് വലിയ കാര്യത്തിൽ വന്ന് പറയുക ഇന്ന് ടെസ്റ്റ് നടന്നില്ലെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ഉടനെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു. ചക്കര ഉമ്മ.